നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന് 75 ലക്ഷം രൂപ കടമുണ്ട് എന്ന് നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നതായിരുന്നു. എന്നാൽ അഫാന്റെ മാതാവ് ഷെമിക്ക് 65 ലക്ഷത്തിന്റെ കടമുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. വലിയൊരു കടബാധ്യത ഈ കുടുംബത്തിനുണ്ടായിരുന്നു. അഫാന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതി ഒരു ഘട്ടത്തിലുണ്ടായി. കാരണം പലയിടത്തു നിന്നും കടം വാങ്ങിയിട്ടുള്ള ആൾക്കാർ അഫാനെ തടഞ്ഞു നിർത്തുകയും പണം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. എല്ലാം ബാധ്യതകളും തന്റെ തലയിലാകുമോ എന്ന് അഫാൻ ഭയപ്പെടുകയും ചെയ്തിരുന്നു. പിതാവിന് നാട്ടിലേക്ക് വരാനും കഴിയുന്നില്ല. മാതാവിന്റെ ചികിത്സാ ചെലവ്, ഇതെല്ലാം വലിയ രീതിയിൽ ആ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചിരുന്നു. സാമ്പത്തിക ബാധ്യത തന്നെയാകാം അഫാനെ ഈ കൊടും ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനത്തിൽ പോലീസ് നിൽക്കുകയാണ്. മറ്റു വശങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അഫാൻ ലഹരി മരുന്നിന് അടിമപ്പെട്ടിരുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ അന്വേഷണം പോലീസ് ഇപ്പോഴും നടത്തുന്നുണ്ട്. എങ്കിലും പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത് ഈ സാമ്പത്തിക ബാധ്യത അത് അഫാനെ വലിയ രീതിയിൽ വേട്ടയാടി എന്ന് തന്നെയാണ്. അന്വേഷണത്തിലാണ് ഷെമിക്ക് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയത്. മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം കൈക്കലാക്കിയ മാല പണയം വെച്ച് കിട്ടിയ 74,000 രൂപയിൽ നിന്ന് 40,000 രൂപ അഫാൻ സ്വന്തം അക്കൗണ്ട് വഴി കടക്കാർക്ക് നൽകിയെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് SN പുരത്തെത്തി പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത്. നാട്ടിൽ കുടുംബത്തിന് കടബാധ്യതയും വിദേശത്തുള്ള പിതാവ് സാമ്പത്തിക പ്രതിസന്ധിയിലുമായിരുന്നു. ഉമ്മയുടെ ചികിത്സാ ചെലവും സഹോദരന്റെ വിദ്യാഭ്യാസ ചെലവും കണ്ടെത്താനാകാതെ അഫാൻ ബുദ്ധിമുട്ടിയിരുന്നു. ജോലിയില്ലാത്തതും നിത്യച്ചെലവിന് പോലും പണം കണ്ടെത്താനാകാത്തതും സ്നേഹിച്ച പെൺകുട്ടിയെ ഒപ്പം കൂട്ടുന്നതിലുണ്ടായ പ്രതിസന്ധിയും അഫാനെ വലിയ രീതിയിൽ അസ്വസ്ഥനാക്കിയിരുന്നു. ഇതിനിടെ ആത്മഹത്യ ചെയ്യാമെന്ന ആലോചനയിലായിരുന്നു മാതാവ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കൊലപാതകത്തിലേക്ക് അഫാനെ പ്രേരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം വന്നിരിക്കുന്നത്. പിതാവ് അബ്ദുൾ റഹീമിന് സൗദിയിൽ സാമ്പത്തിക ബാധ്യതയുള്ളതിനാൽ നാട്ടിലേക്ക് പണം അയച്ചിരുന്നില്ല. അർബുദ ബാധിതയായ മാതാവിന്റെ ചികിത്സയ്ക്കുൾപ്പെടെ ചില നാട്ടുകാരിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന വീട് വിറ്റ് കടം വീട്ടാനുള്ള ശ്രമവും അഫാൻ നടത്തിയിരുന്നതായും വിവരങ്ങളുണ്ട്. വ്യാഴാഴ്ച അഫാനും ഫർസാനയും സ്വർണം പണയം വെച്ചത് കടബാധ്യതകളിൽ ചിലത് തീർക്കാനായിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടിൽ തനിക്ക് സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലെന്നും സൗദിയിലുള്ള കടങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും സൗദിയിൽ കച്ചവടം ചെയ്യുന്ന റഹീം പറഞ്ഞിരുന്നു. സാമ്പത്തിക ബാധ്യതയെപ്പറ്റിയോ പെൺകുട്ടിയുമായുള്ള ബന്ധത്തെപ്പറ്റിയോ തന്നെ അറിയിച്ചിട്ടില്ല എന്നും റഹീം വ്യക്തമാക്കുന്നു. അതേസമയം കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലകൾ ഓരോന്നും പ്രതി നടപ്പാക്കിയതെന്ന് പോലീസിന് ബോധ്യമായിട്ടുണ്ട്. ഫർസാനയെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് സഹോദരനായ അഫ്സാനെ വെഞ്ഞാറമൂട്ടിലേക്ക് കുഴിമന്തി വാങ്ങാൻ അഫാൻ പറഞ്ഞയക്കുകയായിരുന്നു. അഫ്സാൻ ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട്ടിൽ എത്തുന്നതിന്റെയും കുഴിമന്തി വാങ്ങുന്നതിന്റെയും ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഫർസാനയെ കൊലപ്പെടുത്തുന്നതിനായി സഹോദരനെ തന്ത്രപൂർവ്വം വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. ഏറ്റവും ഒടുവിൽ അഫാൻ കൊലപ്പെടുത്തിയത് അഫ്സാനെയാണ്. മറ്റ് 4 പേരെ ആക്രമിച്ച ശേഷം അഫാൻ മദ്യപിച്ചതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ഫർസാനയെ കാണുന്നതിന് മുൻപ് 10 മിനിറ്റ് ബാറിൽ ചെലവഴിച്ചു എന്നാണ് പോലീസ് കരുതുന്നത്. ബാറിൽ നിന്നും മദ്യം വാങ്ങി വീട്ടിലെത്തി വിഷം കലർത്തി കഴിച്ചെന്നാണ് സംശയം. ക്രൂരകൃത്യത്തിലേക്ക് അഫാനെ നയിച്ച കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താൻ ചികിത്സയിലുള്ള മാതാവ് ഷെമിക്ക് കഴിയുമെന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത്. പ്രതി അഫാന്റെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഫർസാനയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു. അഫാന്റെ ബന്ധുക്കളുടെ മൊഴിയും എടുക്കുന്നുണ്ട്. അഫാന്റെയും മാതാവ് ഷെമിയുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി കൈമാറിയിരിക്കുകയാണ്. ഷെമീനയെ ആശുപത്രിയിൽ സന്ദർശിച്ച് DK മുരളി MLA ചികിത്സയിലുള്ള ഷെമീനയെ കണ്ടുവെന്നും കണ്ണു തുറന്നുവെന്നും MLA പറഞ്ഞു. ഷെമിക്ക് സംസാരിക്കാനാകുന്നുണ്ടെന്നും മക്കളെന്ന് പറയുന്നുണ്ടെന്നും MLA മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പ്രതി കൊടുത്ത പ്രാഥമിക മൊഴി മാത്രമാണ് പിന്നിലുള്ളത്. പിതാവിന്റെ വിദേശത്തെ വരുമാനം നിലച്ചു, കടം ചോദിച്ചവർ മോശമായി പെരുമാറി, ആത്മഹത്യക്ക് തയ്യാറെടുത്തു എന്നാണ് പ്രതി പറയുന്നത്. മരിച്ചില്ലെങ്കിലോ എന്ന് കരുതി കൊന്നു. ഇതൊക്കെ പ്രതി പറയുന്നതാണെന്നും MLA വ്യക്തമാക്കി.
അഫാൻ 72 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. അഫാനെ പോലീസ് ചോദ്യം ചെയ്യുമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരങ്ങൾ. എന്നാൽ ഇന്ന് ചോദ്യം ചെയ്യില്ല എന്നും 72 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ചോദ്യം ചെയ്യലിലേക്ക് കടക്കൂ എന്നും വിവരങ്ങൾ പുറത്തുവന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.